ദർശനത്തിലെത്തിയ രേഷ്മ നിശാന്ത് നമുക്കൊപ്പം ചേർന്നു. രേഷ്മ, എന്തായാലും ഇനി മടങ്ങിപ്പോകുകയില്ല ദർശനം കഴിയാതെ എന്നുള്ള നിലപാടായിരുന്നു നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഏത് രീതിയിലാണ് പോലീസിൽ നിന്നുള്ള പ്രതികരണം? അങ്ങനെ തന്നെയാണ്. മാല അഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കയറിയേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് കടുത്ത സമരമാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ്. നിരാഹാരം തുടങ്ങിയിരിക്കുന്നുണ്ട്. പോലീസിന്റെ നിലപാട് ഈ വിഷയത്തിനകത്ത് തിരിച്ചു പോകണം എന്നുള്ളതല്ലേ? കാരണം ഒരു വലിയ സംഘർഷാവസ്ഥയുണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ പോലീസ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു വാദമായിരിക്കില്ലേ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളതും? അതെ അതെ, തിരിച്ചു പോകണമെന്നാണ്. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞത്. 5 പേരായിരുന്നു ആദ്യം തടയാനുണ്ടായിരുന്നത്. അവരെ തടയുന്നതിന് പകരം നിങ്ങളെ തടയുകയാണ് ചെയ്തത് എന്നാണ് പോലീസിനെതിരെയാണ് നിങ്ങൾ നേരത്തെ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ദേവസ്വം മന്ത്രി പറഞ്ഞത് പോലീസ് ഈ വിഷയത്തിൽ പാലിച്ചത് സംയമനമാണ്, വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ എന്നുള്ളതായിരുന്നു ദേവസ്വം മന്ത്രിയുടെ അഭിപ്രായം. അത് സർക്കാരിന്റെ അഭിപ്രായമായിരിക്കുമല്ലോ? ഒരിക്കലും അല്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പം ഞാൻ വരുന്നു എന്ന് അറിഞ്ഞതുപോലെയാണ് അവര് പ്രതികരിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് 3 പേര് തടയായിരുന്നു. അപ്പം ആ 3 പേര് പിന്നീട് ആൾക്കൂട്ടമായി മാറാൻ സാഹചര്യം ഉണ്ടായത് പോലീസിന്റെ നിഷ്ക്രിയത്വം തന്നെയാണ്. ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. പോലീസിന്റെ നിഷ്ക്രിയത്വമെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ പക്ഷേ പോലീസ് പാലിച്ചത് സംയമനമാണ് എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. അദ്ദേഹം പോലീസിനെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത്. അതായത് ഒരു സർക്കാരിന്റെ നിലപാട് പോലീസ് ഇപ്പോൾ ചെയ്ത നടപടികളെ നിങ്ങൾ വിമർശിക്കുന്ന തരത്തിലല്ല എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ അനുഭവിച്ച ഞങ്ങളുടെ അവസ്ഥയാണ്. ഞങ്ങൾ അവിടെ അനുഭവിച്ച അവസ്ഥ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. അതായത് പോലീസിന്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. യെസ് രേഷ്മ, അതായത് പോലീസിന്റെ സഹകരണം ഇല്ലാതെ ദേവസ്വം മന്ത്രി പോലും പോലീസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സാഹചര്യത്തിൽ ഒരു വലിയ സമരത്തിലേക്ക് കടന്നാൽ അതിന് എത്രത്തോളം ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഞങ്ങള് പോലീസിനെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് സംരക്ഷണം തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പം ഹലോ, പറഞ്ഞോളൂ രേഷ്മ, കേൾക്കുന്നുണ്ട്, പറയൂ. അപ്പം ഇതുവരെയും നിരവധി യുവതികൾ കയറിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ യുവതികളൊക്കെയും മിക്ക ആൾക്കാരും പോലീസിന്റെ സഹായമില്ലാതെയാണ് കയറിയിട്ടുള്ളത്. ഇപ്പോഴും വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് പോലീസിനെ അറിയിച്ചു വന്നവരാണ് എപ്പോഴും തുടക്കം മുതൽ തടയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും വിവരം പോലീസിൽ നിന്ന് തന്നെ പുറത്തുപോയതാണെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കണം. ഞങ്ങളെ കയറ്റുന്നതിന് പകരം തടയാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. രേഷ്മ, ദർശനത്തിന് പോലീസ് സഹായമില്ലാതെ അല്ലെങ്കിൽ പോലീസിന്റെ സഹകരണമില്ലാതെ ദർശനവുമായി മുന്നോട്ട് പോകുമെന്നാണോ പറയുന്നത്? എങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഒരു രൂപമില്ല മുമ്പിൽ. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ദർശനം നടത്താതെ തിരിച്ചു വീട്ടിലോട്ടില്ല, അത്രമാത്രം. അപ്പൊ അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നത് വരെ നിരാഹാര സമരം നടത്തും, അതുമായി മുന്നോട്ട് പോകും അല്ലെ? അതെ അതെ അതെ. നന്ദി. രേഷ്മ നിശാന്താണ് പ്രതികരിച്ചത്. ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ സഹകരിക്കുന്നില്ല, പോലീസിന്റെ സഹകരണമില്ലെങ്കിലും ദർശനത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് രേഷ്മ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്.